പ്രൈസ് ടു ജീസസ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഉൽപ്പത്തിയിലേക്ക് നോക്കുമ്പോൾ ഹാബേലിനെ കായേലിന് രണ്ട് വ്യക്തികളെ നമുക്ക് അവിടെ പഠിക്കുവാനായിട്ട് കഴിയും. കായേലിന്റെ വഴിപാടില് ദൈവം പ്രസാദിച്ചില്ല, എന്നാൽ ഹാബേലിന്റെ വഴിപാടില് ദൈവം അത് പ്രസാദിക്കുകയും അത് ഉത്തമമാണ് എന്ന് ദൈവം കാണുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം കായേലിന്റെ സഹോദരനാണ്. കായേലിനുണ്ടാകുന്ന രണ്ടുപേരും ബലിയർപ്പിക്കാൻ പോയതാണ്. രണ്ടുപേരും ബലിയർപ്പിക്കാൻ ഒരേ സ്ഥലത്ത്, ഒരേ ദൈവത്തിന് ഒരേ സ്ഥലത്ത് ബലിയർപ്പിക്കപ്പെട്ടു. എന്നാൽ സ്വാഭാവികമായും ഹാബേലിന്റെ ബലി ദൈവം അംഗീകരിക്കുകയും അത് ഉത്തമമാണ് എന്ന് സ്വീകരിക്കുകയും കാണുകയും ചെയ്തു. കായേലിനുണ്ടായ മാനസിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അകത്തുണ്ടായിരുന്ന ആ കോപം, അസൂയ, അതൊരു വലിയ മരണത്തിന് ഇടയാക്കി. ഇവിടെ ഈ കാലത്തും ഇത് തന്നെ, അതേ സ്പിരിറ്റ് ഇന്നും നിലനിൽക്കുന്നു. ഇന്നും ചിലരിലെങ്കിലും ഇത് കൊണ്ടുപോകുന്നു. ചില ആളുകൾ പറയുന്ന ഒരു വാക്യങ്ങൾ ഞാൻ ഓർക്കുന്നു. എത്ര ജീവിതത്തിൽ അധ്വാനിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും ഞങ്ങളുടെ മോഹങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഞങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നില്ല. അല്പമൊക്കെ ഒരു സ്റ്റെപ്പ് കയറാൻ സാധിച്ചാൽ രണ്ട് സ്റ്റെപ്പ് പുറകിലേക്ക് തള്ളപ്പെടുന്ന അവസ്ഥയാണ്. ഒന്നുമില്ലാത്ത ആൾക്കാർ ഉന്നതരാകുന്നു, ഒന്നുമില്ലാത്ത ആളുകൾ ഉയരത്തിലെത്തുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും അസൂയ തോന്നാം, സ്വാഭാവികമായിട്ടും ഇതിനു വേണ്ടി ആഗ്രഹിക്കുകയും അധ്വാനിക്കുകയും ചെയ്തിട്ട് ഒന്നും നടക്കാതെ വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് നിരാശയിലേക്ക് പോകാം. ഇതിനെല്ലാം നോക്കുമ്പോൾ നമ്മുടെ വിശുദ്ധ ബൈബിളില് ഇതിന് വ്യക്തമായിട്ട് വിശുദ്ധ യാക്കോബ് ശ്ലീഹ മറുപടി പറയുന്നുണ്ട്. യാക്കോബ് ശ്ലീഹയുടെ തിരുവചനം അതിന്റെ 4-ാമത്തെ അധ്യായം 1-2 വചനത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? ഒരു ചോദ്യമാണ്, സ്റ്റേറ്റ്മെന്റ് യാക്കോബ് ശ്ലീഹ വയ്ക്കുകയാണ്. യഥാർത്ഥമായി നിന്റെ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകേച്ചകളിൽ നിന്നല്ലയോ? ഇതാണ് ചോദിക്കുന്ന ഒരു ചോദ്യം. യഥാർത്ഥമായി നിങ്ങളിലുള്ള ഈ ശണ്ഠയും കലഹവും ഇത് എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകേച്ചകളിൽ നിന്നല്ലയോ എന്ന് വച്ചാൽ, രണ്ടാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ, നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. അപ്പൊ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവർ വളരെ മോഹിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു, അവന് വേണ്ടി അവർ ജീവിതം ഒഴിവാക്കി വെക്കുന്നു. പക്ഷെ അവർ ലഭിക്കാത്തത് കൊണ്ട് അവർ കൊല്ലുകയും അസൂയപ്പെടുകയും ഒക്കെ ചെയ്യുന്നു, ഒന്നും സാധിക്കുന്നില്ല. അപ്പോ ഈ ശണ്ഠയും അതുപോലെ കലഹവും നിങ്ങൾ അവയവങ്ങളിൽ പോരാടുന്ന സ്പിരിറ്റാണ്. അതായത് ഉൽപ്പത്തിയിലേക്ക് നോക്കുമ്പോൾ കായേലിനോട് ദൈവം പറയുന്നുണ്ട്, നീ നന്മയാണ് പ്രവർത്തിക്കുന്നെങ്കിൽ നിനക്ക് ഉത്തമമായും, നീ തിന്മയാണ് പ്രവർത്തിക്കുന്നത് പാപം നിന്റെ പടിവാതിക്കൽ കിടക്കുകയും അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിന് കീഴടക്കണം. സ്പിരിറ്റിന്റെ ആഗ്രഹം അത്യുന്നതനായ ദൈവത്തിന്റെ ജനത്തോടാകുന്നു എന്ന് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ ഒരു വ്യക്തി ദൈവത്തിൽ സ്നേഹത്തിൽ നിറഞ്ഞു നിന്നാൽ, ഇവിടെ ഹാബേലിന്റെ ബലി സ്വീകരിക്കപ്പെട്ടു. കായേലിന് സംഭവിച്ചത്, ഹാബേലിന്റെ ബലി സ്വീകരിക്കപ്പെട്ട നിമിഷം തന്നെ കായേലിന്റെ ബലി പുറന്തള്ളപ്പെട്ട സമയം മുതൽ ഹാബേലിനോട് കായേലിന്റെ അകത്ത് വിരോധം വന്നു, അസൂയ വന്നു. അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ അക്രമത്തിനും കൊല്ലുവാനുമുള്ള തയ്യാറെടുപ്പുകൾ, മോഹം നഷ്ടപ്പെട്ടു. മോഹത്തിലൂടെ അവനെ ദിവസങ്ങളോളം കാത്തിരുന്നു. ഒടുക്കം വയലിലേക്ക് കൊണ്ടുപോകുന്നു. സ്വന്തം സഹോദരനെ കായേൽ കൊല്ലുകയും ചെയ്യുന്നു. എന്താണ് കാരണം? ഒരു വഴിപാട് സ്വീകരിക്കപ്പെട്ടില്ല, എൻ്റെ വഴിപാട് തിരസ്കരിക്കപ്പെട്ടു എന്നുള്ള ആ വലിയ അസൂയ നിമിത്തം ഇവിടെ സംഭവിച്ചത് ഒരു കൊലപാതകമാണ്. എന്നാൽ ഇന്നും നമ്മുടെ ഇടയിൽ തന്നെ നടക്കുന്നു. ഇനി അവന് കിട്ടി, എനിക്ക് കിട്ടിയില്ല, അവന് കിട്ടിയതിലുള്ള വിഷമം, എനിക്ക് കിട്ടാത്തതിലുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല. മറ്റുള്ളവന് കിട്ടിയതിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുന്നത്, അപ്പോൾ ശണ്ഠയും കലഹവും എവിടെ നിന്നാണ്? ഒരു അകത്ത് ഫസ്റ്റ് സ്പിരിറ്റ് കൊണ്ടുപോയി വിടുന്നത് അതിയായ മോഹമാണ്. എന്ന് വെച്ചാൽ കർത്താവിനോടും അതാണ് പറഞ്ഞത്, നീ ജസ്റ്റ് എന്നെ ഒന്ന് വണങ്ങിക്കഴിഞ്ഞാൽ ഈ ഭൂമി, ഈ കാണുന്ന സകല സൗഭാഗ്യങ്ങളും തരാം.
അപ്പോൾ സാത്താന് കൊണ്ടുപോയിടാൻ സാധിക്കുന്ന ഒരു വ്യതയാണ് ഒരുവന്റെ അകത്ത് മോഹമെന്ന് പറയുന്നത്. ഒരുവന്റെ അകത്ത് കൊണ്ടുപോയിടുന്ന മോഹമെന്ന് പറഞ്ഞ് ഈ മോഹത്തെ ജനം താലോലിക്കും. ഈ മോഹത്തെ ജനം താലോലിച്ച് ഇതിനു വേണ്ടി പ്രയത്നിക്കും. അപ്പോൾ ഇത് ലഭിക്കാതെ വരുമ്പോൾ അവൻ പുറത്തു ചാടുന്ന, അക്രമശക്തനായി പുറത്തു ചാടുന്ന അസൂയ എന്ന ഒരു സംഭവം. ഈ അസൂയ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ നേരെ കോപിക്കാം, എല്ലാം ഉണ്ടാകും. വിശുദ്ധ യാക്കോബ് ശ്രീയുടെ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പേർന്നു. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞത്. ആദ്യം മോഹമാണ്. മോഹം എന്തായി? അത് ഗർഭം ധരിക്കും, അത് ഒരുപാട് താലോലിക്കും, അത് മാസങ്ങളോളം ആ കുണ്ടേ നടക്കും. അത് ലഭിക്കാതെ വന്നു കഴിയുമ്പോൾ അത് പാപത്തെ പുറത്തേക്ക് പുറന്തള്ളും. അത് പാപത്തെ പ്രസവിച്ചു കഴിയുമ്പോൾ ഇവിടെ വിശുദ്ധ യാക്കോബ് 4:1 പറയുന്ന പോലെ നിങ്ങൾ ശണ്ഠയും കലഹവും കുടുംബത്തിനകത്ത് പൊട്ടിപ്പുറപ്പെടും. അത് വന്നു കഴിയുമ്പോൾ മരണത്തെ കൊണ്ട് എത്തിക്കും കുടുംബത്തിന്റെ അകത്ത്. ഇത് തന്നെയാണ് കായലിന് സംഭവിച്ചത്. അതേ സ്പിരിറ്റ് കുടുംബത്തിന്റെ അകത്തേക്ക് കയറും. എന്ന് വെച്ചാൽ തന്റെ വരുമാനത്തിന്റെ അധികമായി ഇന്ന് ഓരോ വ്യക്തികളും മോഹിക്കുമ്പോൾ ചിന്തിക്കുക, എന്നിൽ ഉൾപ്പെടുന്നതാണോ എന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് ഈ കാലഘട്ടത്തിൽ. നമുക്കറിയാം, ദാവീദ് ഊര്യാവിന്റെ ഭാര്യയെ കണ്ട് മോഹിച്ചു. ദാവീദ് എന്താണ് ചെയ്തത്? ദാവീദ് ഊര്യാവിനെ കൊല്ലാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. സ്വന്തം കൂടെ നിന്ന പടയാളിയോട് ഊര്യാവിന്റെ കയ്യിൽ തന്നെ എഴുത്തു കൊടുത്തു. അത് മറ്റൊരു പടയാളിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. ഊര്യാവിനെ വധിക്കാൻ പറഞ്ഞു. മോഹം, ദാവീദിന്റെ അകത്ത് മോഹം വന്നു. ദാവീദിന്റെ കുടുംബത്തിലേക്ക് പിന്നെ എന്താണ് വന്നത്? മരണത്തെ ദാവീദിന്റെ കുടുംബത്തിലേക്ക് കയറിക്കൊണ്ടുവന്നു, അല്ലെ? അപ്പോ എത്രയോ ഭയാനകമാണ് ഇന്ന് ഓരോ വ്യക്തിയുടെ അകത്ത് സാത്താനിട്ട് കൊണ്ടുവരുന്ന അസൂയ മുളച്ച് അത് മോഹത്തിലേക്ക് പോയി അത് പുറത്തുചാടി അത് കൊണ്ടുവന്ന് തരുന്ന സ്വന്തം ശരീരത്തെ തന്നെ, സ്വന്തം അവയവങ്ങളെ തന്നെ അക്രമങ്ങൾക്കും കോപത്തിനും അസൂയയ്ക്കും ഏൽപ്പിച്ചു കൊടുക്കുകയും അതിലൂടെ മരണത്തെ തന്നെ പുറത്തു കൊണ്ടുവരുവാൻ സാത്താന് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അത്യുന്നതനായ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സകലതിനെയും അവന്റെ ജീവിതത്തിൽ എന്റെ ഏക രക്ഷ യേശു ക്രിസ്തുവാണ്, എനിക്ക് വേണ്ടിയിട്ടാണ് യേശു ഈ ഭൂമിയിൽ, എന്റെ നിത്യജീവന് വേണ്ടിയിട്ടാണ് യേശു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന ഒരുവന്റെ അകത്ത് നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, ഒരുവന്റെ അകത്ത് ഏത് വേണമെങ്കിലും മനുഷ്യരെ തിരഞ്ഞെടുക്കാം. നന്മയും വെച്ചിട്ടുണ്ട്, ഗുണവും വെച്ചിട്ടുണ്ട്, ദോഷവും വെച്ചിട്ടുണ്ട്, മരണവും വെച്ചിട്ടുണ്ട്. ഇത് മനുഷ്യനെ സംബന്ധിച്ച് അവനെ തെരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അധികാരവും കൊടുത്തിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ വാക്യം: നിങ്ങളുടെ പിതാവ് എന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അവനിൽ സത്യമില്ലായ കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നില്ല. അവൻ ഫോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു, അവൻ ഫോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാവുന്നു. അപ്പൊ മോഹം ഒരുവന്റെ അകത്ത് കൊണ്ടുവന്ന് തരുന്നത് ആരാണ്? സാത്താനാണ്. സാത്താനാണ് ഈ മോഹം കൊണ്ടുവന്ന് തരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. പിതാവ് ആരാണ്? സാത്താനാണ്. അപ്പൊ അമിതമായി ഒരുവന്റെ അകത്തേക്ക് മോഹങ്ങളെ കൊണ്ടുപോയിട്ട് തരിക, അമിതമായി ആഗ്രഹങ്ങളെ ഇട്ടു തരിക, അമിതമായി അവൻ അത് നടക്കാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പറയുന്നു, സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു, അവൻ ഫോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു എന്നാ പറയുന്നത്. അപ്പൊ സാത്താൻ ഫോഷ്ക് പറയുന്നവനും സാത്താൻ ഫോഷ്കിന്റെ അപ്പനുമാകുന്നു. ഈ വിധത്തിൽ ലോകത്ത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് പറയുമ്പോൾ ലോകത്തെയും അതിനുള്ളതിനെയും സ്നേഹിക്കുന്നവന് ദൈവത്തിന്റെ സ്നേഹമില്ല. അപ്പൊ ലോകത്തെ കൊണ്ടുവന്ന്, ലോകത്തിന്റെ ഭൗതിക കാര്യങ്ങളെ കൊണ്ടുവന്ന്, ലോകത്തിന്റെ ഇമ്പങ്ങളെ താലോലിക്കാനുള്ള മോഹത്തെ ഒരുവന്റെ അകത്ത് കൊണ്ടുവന്ന് തരുന്ന വിത്ത് ആര് തരുന്ന വിത്താണെന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ നോക്കണം. അത് സാത്താനിട്ട് കൊണ്ട് തരുന്നതാണ്. അവൻ ചതിക്കാൻ വേണ്ടിയിട്ടാണ്, അവൻ മരണക്കെണി ഒഴുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവൻ ഫോഷ്കിന്റെ നുണയന്റെ അപ്പനുമാണ് സാത്താനെന്ന് വ്യക്തമായി വിശുദ്ധ തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി
ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. ഇതാണ് വിശുദ്ധ അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിച്ച് ഇനി പാടില്ല. അപ്പൊ പാപം കൊണ്ടുവന്ന് തരുന്നത്, പാപം ഒരുവന്റെ അകത്ത് മോഹം വന്നു കഴിയുമ്പോൾ അവൻ പാപത്തെ ഗർഭം ധരിക്കും, പാപം മുഴുത്തിട്ട് മരണത്തെ പേറും. ഇതാണ് നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ ആകെ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ, പാപത്തിന് മോഹമുണ്ട്, പാപത്തിന് സകലവിധ മ്ലേച്ഛതകളുണ്ട്. ഗലാത്യ 5:19 നോക്കുമ്പോൾ താഴേക്ക് പാപത്തിന്റെ ഒരു വലിയ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലിസ്റ്റിലുള്ള മുഴുവൻ കാര്യങ്ങളും അവന്റെ അകത്തേക്ക് വരികയും, അതാണ് പറയുന്നത്, അതിന്റെ മോഹങ്ങളനുസരിച്ച് ഇനി പാടരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ അവയവങ്ങളെ, കണ്ണാകാം, ചെവിയാകാം, വായാകാം, കാലുകൾ, കൈകൾ എന്ന് വെച്ചാൽ അനീതിയുടെ ആയുധങ്ങളാക്കി ഇനി നിങ്ങൾ മാറ്റരുത്. എന്ന് വെച്ചാൽ പാപം ഒരുവന്റെ അകത്ത്, കായലിന്റെ ജീവിതത്തിൽ ഈ പാപം മോഹം ഗർഭം ധരിച്ചപ്പോഴാണ് കായേൽ സ്വന്തം സഹോദരനെ കൊന്നത്. ദാവീദിന്റെ മോഹം ഒരുവനെ കൊലയാളിയാക്കിയത്. അതുകൊണ്ട് ദാവീദിന്റെ ഭവനത്തിലേക്ക് തകർച്ചകൾ നേരിട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എന്നും ആഗ്രഹിച്ചിട്ട് എത്രയോ നാളായി ക്രിസ്ത്യൻ ലൈഫിലുണ്ട്, പക്ഷെ ഞങ്ങൾ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുകയും ഞങ്ങളുടെ ലൈഫിൽ ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. അമിതമായി നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണോ? മറ്റുള്ളവന്റെ ഉയർച്ചയിൽ നിങ്ങൾ അസൂയ ആലുക്കളായി നിങ്ങൾ മാറിയിട്ടുണ്ടോ? എങ്കിൽ വചനപ്രകാരം പാവം നിങ്ങളുടെ അകത്ത് സാത്താൻ ഒരു വിത്ത് വിതച്ചിട്ടുണ്ട്. അത് മോഹത്തിന്റെ വിത്താണ്. അത് പാപത്തെ ഗർഭം ധരിക്കും, അത് നാളെ പ്രസവിക്കും, അത് മരണത്തെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇതാണ് വചനം പഠിപ്പിക്കുന്നത്. എന്താ? ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളെ തന്നെ മരിക്കണം. നിങ്ങൾ ക്രിസ്തുവിനോട് സ്നാനപ്പെട്ടവരാണെങ്കിൽ ഗലാത്യ 3 പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മരിച്ചിട്ട് നിങ്ങൾ ക്രിസ്തുവിനായി ജീവിക്കപ്പെടുകയും ചെയ്യണം. ഇതാണ് പറഞ്ഞത്. നിങ്ങൾ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളാക്കണം. നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് നിങ്ങൾ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറണം. സ്തോത്ര, ഹല്ലേലൂയ. അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അസൂയകൾക്കല്ല, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവിക സാന്നിധ്യം നിങ്ങൾ നിറയും. അതുകൊണ്ടാണ് വിശുദ്ധ റോമാലേഖനം 12-ാമത്തെ അധ്യായം 1-2 വായിക്കുന്ന സഹോദരരെ, പൗലോസ് ശ്ലീഹ നേരിട്ട് പറയുന്ന ഒരു കാര്യമാണ്. സഹോദരരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ചു, നിങ്ങളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനകളും നിങ്ങളെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരമായി സമർപ്പിക്കപ്പെടണം. എന്താണ് പറയുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ എന്ന് വെച്ചാൽ നിങ്ങളുടെ അവയവങ്ങളെ ടോട്ടലി അത്യുന്നതനായ ദൈവത്തിന് പ്രയോജനമുള്ളതാക്കി, അത്യുന്നതനായ ദൈവത്തിന് നിങ്ങൾ സമർപ്പിക്കപ്പെട്ട ഒരു ക്രിസ്ത്യൻ ലൈഫായിരിക്കണം. അല്ലാതെ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ എന്തും ഒരു ആഗ്രഹം എൻ്റെ അകത്ത് കൊണ്ടുവരാം എന്ന് പല ആളുകളും ചെയ്യുന്നതാണ്. അമിതമായ ലോണ്, അമിതമായ ബാധ്യത, അമിതമായ പ്രതിസന്ധി, ഇതിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തിക്കുക, സാത്താൻ കൊണ്ടുവന്നിട്ട് തരുന്ന മോഹമാണ് ഇത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മരണത്തെ കൊണ്ടുവരും. ഇത് നാളെ ജീവിതത്തിലേക്ക് അസൂയാലുക്കളായി മാറും. അനീതിയുടെ നിങ്ങളുടെ ശരീരങ്ങളെ, അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാക്കി സാത്താൻ മാറ്റിക്കളയും. കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, തീരുമാനമെടുക്കുക. എൻ്റെ ശരീരത്തെ ഞാൻ ക്രിസ്തുവിന് സമർപ്പിക്കപ്പെട്ട് ഞാൻ മരിച്ച് പുതിയ സൃഷ്ടിയായി അത്യുന്നതനായ ദൈവത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. സ്തോത്രം. തീരുമാനമെടുക്കുന്ന സകല ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.